കാമുകിക്കൊപ്പം ജീവിക്കാൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനും കൊലപാതകത്തിന് പ്രേരിപ്പിച്ച കാമുകിക്കും ജീവപര്യന്തം തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷ. നൂറനാട് ആദർശ് ഭവനിൽ അമ്പിളി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് സുനിൽകുമാർ, മറ്റപ്പള്ളി സ്വദേശി ശ്രീലത എന്നിവരെ ശിക്ഷിച്ചാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീവേദി ഉത്തരവിട്ടത്. പിഴത്തുകയായ ₹1,00,000 50,000 രൂപ വീതം അമ്പിളിയുടെയും സുനിൽകുമാറിന്റെ 2 മക്കൾക്കും നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം വീതം അധിക തടവ് അനുഭവിക്കണം. കുട്ടികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. 2018 മെയ് 27-നാണ് അമ്പിളിയെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാരും ഭർത്താവും ചേർന്ന് അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കഴുത്തിൽ കയർ കുരുങ്ങിയതിലെ അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. അമ്പിളിയെ ഒഴിവാക്കിയാൽ ഒരുമിച്ച് ജീവിക്കാമെന്ന ശ്രീലതയുടെ വാഗ്ദാനത്തെ തുടർന്നാണ് പ്രതി കൊല നടത്തിയതെന്ന് കണ്ടെത്തിയതിനാൽ ശ്രീലതയ്ക്കെതിരെ പ്രേരണ കുറ്റവും ചുമത്തിയിരുന്നു. നൂറിനാട് SI ആയിരുന്ന V ബിജുവാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 34 സാക്ഷികളെ വിസ്തരിച്ചു. 35 രേഖകളും 8 തൊണ്ടിമുതലുകളും ഹാജരാക്കിയിരുന്നു. കാമുകിയെ സ്വന്തമാക്കാൻ ഭാര്യയെ കൊലപ്പെടുത്തിയ നൂറിനാട് സ്വദേശി സുനിൽകുമാറിനെ കുടുക്കിയതും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തതും പോലീസിന്റെ പഴുതടച്ച അന്വേഷണമായിരുന്നു. ശാസ്ത്രീയ തെളിവുകളോ ദൃക്സാക്ഷികളോ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളാണ് പോലീസിന് പിടിവള്ളിയായത്. സുനിൽകുമാറിന്റെ ഭാര്യ അമ്പിളി വീടിനുള്ളിൽ തൂങ്ങി നിൽക്കുന്നതായി സുനിൽകുമാർ തന്നെയാണ് അയൽവാസികളെ അറിയിച്ചത്. എല്ലാവരും ചേർന്ന് അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വിവരമറിഞ്ഞ് നൂറിനാട് പോലീസ് അടൂരിലെ ആശുപത്രിയിലെത്തിയപ്പോൾ ഭാര്യയുടെ മൃതദേഹത്തിനരികിൽ ശീതളപാനീയം കുടിക്കുന്ന സുനിൽകുമാറിനെയാണ് കണ്ടത്. അന്നു മുതൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെത്തിയ അമ്പിളിയുടെ മൃതദേഹം കണ്ട് തിരികെ സ്റ്റേഷനിലേക്ക് പോകും വഴി സുനിൽ കഴിക്കാൻ ബിരിയാണി വേണമെന്നാവശ്യപ്പെട്ടതും അസാധാരണമായി. സ്ഥലത്തെത്തിയ പോലീസിനോട് നാട്ടുകാരും മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സർജൻ ഡോക്ടർ കൃഷ്ണനും കൊലപാതക സാധ്യതയിലേക്കുള്ള സൂചന നൽകി. സംശയം ദൂരീകരിക്കാൻ ഡോക്ടർ സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അമ്പിളിയുടെ കഴുത്തിൽ കയർ കെട്ടിയിരുന്ന രീതിയും സംശയത്തിന് ഇട നൽകി. സാധാരണ ആത്മഹത്യ ചെയ്യുമ്പോൾ വീഴുന്ന രീതിയിലുള്ള കുരുക്ക് ആയിരുന്നില്ല മൃതദേഹത്തിൽ കണ്ടത്. മരംവെട്ട് തൊഴിലാളികൾ തടിവെട്ടി വെക്കുന്ന രീതിയിലാണ് അമ്പിളിയുടെ കഴുത്തിൽ കയർ കെട്ടിയിരുന്നത്. സുനിൽ മരം മുറിക്കാൻ പോകാറുണ്ടായിരുന്നുവെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. ഇതേ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനും കരുനാഗപ്പള്ളി ഇൻസ്പെക്ടറുമായ V ബിജു പറഞ്ഞു. അമ്പിളിയെ കൊലപ്പെടുത്താൻ സുനിലും ശ്രീലതയും ചേർന്ന് മുൻപും ശ്രമിച്ചിരുന്നതായി സാക്ഷികൾ മൊഴി നൽകിയത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് സഹായകമായി. PV സന്തോഷ് കുമാർ ആയിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. 37 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. 2, 3, 5, 12, 13 സാക്ഷികളുടെ മൊഴികളാണ് നിർണായകമായത്. അമ്പിളിയെ മുറ്റത്തിട്ട് മർദ്ദിച്ച ശേഷം സുനിൽ എടുത്തുകൊണ്ട് അടുക്കള വാതിൽ വഴി വീടിനുള്ളിലേക്ക് പോകുന്നത് കണ്ടെന്ന് അയൽവാസി സോമൻ ഭാര്യ വിജയമ്മയും മൊഴി നൽകിയിരുന്നു. സാരി കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചതായി അമ്പിളി പറഞ്ഞിട്ടുണ്ടെന്ന 5ാം സാക്ഷി ഗീതാരാജന്റെ മൊഴിയും നിർണായകമായി. സംഭവം നടന്ന ശേഷം ശ്രീലത ധൃതിയിൽ വീട് പൂട്ടി ഒളിവിൽ പോയെന്ന് 12ഉം 13ഉം സാക്ഷികളായ പ്രമോദും ഭാര്യ ബിന്ദുവും മൊഴി നൽകിയിരുന്നു. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യമെന്തെങ്കിലും പുറത്തുവരുമെന്നതിന്റെ തെളിവാണ് അമ്പിളി വധക്കേസ് വിധിയെന്നും PV സന്തോഷ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.